ശ്രീ എം എസ് വേണുഗോപാൽ, സി ജെ പിക്ക് പിന്നാലെ ഇ ജെ പിയുടെ ഈ വരവ് താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എഥനോൾ വിഷയം എന്ന് പറയുന്നത്, E20 പെട്രോൾ വിഷയം എന്ന് പറയുന്നത് നീറ്റ് വിഷയത്തേക്കാൾ കുറെ കൂടി ആളുകളെ ബാധിക്കുന്നതാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനേക്കാൾ എളുപ്പം ഇവർക്ക് വീഴ്ത്താൻ പറ്റുന്നത് ഗഡ്കരിയായിരിക്കും. തീർച്ചയായിട്ടും ഈ പ്രക്ഷോഭം ശക്തി പ്രാപിച്ചാൽ തീർച്ചയായും അത് കേന്ദ്ര സർക്കാരിനൊരു തലവേദനയാകും. ആ തലവേദന ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിൻ്റെ പിന്നിലുള്ളവർ പ്രവർത്തിക്കുന്നതെന്നുള്ളത് വ്യക്തമാണ്. ഈ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ രാജ്യത്ത് പെട്രോൾ മാത്രമല്ല, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം മായമുണ്ട്. ക്യാൻസർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഇവിടെ വ്യാപകമായി വിതരണം ചെയ്യുന്നു. എത്ര ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, എത്ര ഡോക്ടർമാർ കരഞ്ഞിട്ടുണ്ട്. അതിന് ഭക്ഷ്യമന്ത്രി ഉടൻ തന്നെ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞാൽ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിനകത്ത് ചാടിക്കയറിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ 1,00,000 പേര് ചാടിക്കയറിയാൽ, ഇപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും ഭരണഘടന എന്ന പുസ്തകത്തിൽ മാത്രം ഉയർത്തിപ്പിടിക്കുകയും ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന റൂൾ ഓഫ് ലോ എന്ന് പറയുന്നതിന് ഒരു വിലയുമില്ല എന്ന് പറയുന്ന സാഹചര്യം ശരിയല്ല. ഇവിടെ മറ്റു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് നിതിൻ ഗഡ്കരിയുടെ മകൻ നടത്തുന്ന കമ്പനി, അതിൻ്റെ ഓഹരി വില കുതിച്ചുയരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ എഥനോൾ കലർത്തുന്നത് വഴി പെട്രോളിൽ ലാഭമുണ്ടാക്കിയത് നിതിൻ ഗഡ്കരിയുടെ കുടുംബമാണ്. ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. മാത്രമല്ല, ഈ എഥനോൾ നയത്തെ ആദ്യകാലം മുതൽ പിന്തുണയ്ക്കുന്നയാളായിരുന്നു നിതിൻ ഗഡ്കരി. അത് ഒരു ഓൾട്ടർനേറ്റീവ് എനർജി എന്ന രീതിയിലാണ് അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ വന്ന് എത്ര എഥനോളാണ് കലർത്തുന്നത് എന്നുള്ള കാര്യം ഉപഭോക്താവിന് മനസ്സിലായിരുന്നില്ല. കാരണം അവരെ അത് അറിയിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഒളിച്ചുവെക്കൽ നടന്നിട്ടുണ്ട് അതിനകത്ത്, ശ്രീ എം എസ് വേണുഗോപാൽ. അതുകൊണ്ട് ഈ വാഹന ഉടമകൾക്ക്, വാഹനം ഉപയോഗിക്കുന്നവർക്ക് അത് ഒരാശങ്കയാണ്. ഇപ്പോൾ അങ്ങനെ ഒളിച്ചുവെക്കൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതിന് ഈ നേരത്തെ പാറ്റകൾ നടത്തിയ പോലൊരു സമരം ഇനി ഈച്ചകൾ ആരംഭിക്കുകയാണെങ്കിൽ, ആ ഈച്ചപ്പാറ്റ സമരമായി ഇത് പോയാൽ ഇന്ത്യയിൽ ആർക്കും ഒന്നിനും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. ഇപ്പോൾ കാറുകളെല്ലാം അല്ല, ഓട്ടോറിക്ഷകളെല്ലാം കൂടെ റോഡിലിട്ടിട്ട് പണ്ട് ജർമ്മനി കണ്ട പോലെ കൂട്ടിയിട്ടിട്ട് ആളുകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സമരത്തിലേക്കാണ് ഇത് പോകുന്നതെന്നാണ് ചിലർ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ രാജ്യം സ്തംഭിച്ചു പോകുന്ന അവസ്ഥ വരും. അപ്പോൾ അതിന് സർക്കാരുകൾ സുതാര്യമായിരിക്കണം. സർക്കാരുകൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പെട്രോൾ എന്ന് പറയുന്ന സാധനം ലോകത്തെ വലിയ ശക്തികൾക്ക് പോലും കിട്ടാത്ത അവസ്ഥയാണ്. ലോകത്തെ 20% പെട്രോൾ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ആൾട്ടർനേറ്റീവായിട്ടാണ് എഥനോൾ ഇപ്പോൾ വ്യാപകമായി പരീക്ഷിച്ചു വരുന്നത്. അതിൽ അപാകതകളുണ്ടെങ്കിൽ ആ അപാകതകൾ തിരുത്തേണ്ടത്. അപ്പോൾ താങ്കൾ E20 നയത്തെ അനുകൂലിക്കുകയാണ്, E20 ജനതാ പാർട്ടിയെ എതിർക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, E20 ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് ഓരോ വിഷയത്തിന്, അപ്പോൾ ഭക്ഷ്യ വിഷബാധയ്ക്ക് ഒരു ജനതാ പാർട്ടി, ഓപ്പറേഷൻ തിയേറ്ററിൽ അപാകത ഉണ്ടാകുന്നതിന് വേറൊരു ജനതാ പാർട്ടി, ഇങ്ങനെ നമ്മൾ നീങ്ങിക്കൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തുകയാണെങ്കിൽ ഈ രാജ്യത്തെ പ്രക്ഷോഭങ്ങൾ നടത്താനേ സമയം കിട്ടുള്ളൂ. ഈ രാജ്യത്ത് നിന്നല്ല, അമേരിക്കയിൽ പോലും അല്ലെങ്കിൽ യൂറോപ്പിൽ പോലും പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുക, അതിന് സമാധാനപരമായ ഏത് പ്രകടനവും ഏത് സമരവും നടത്തുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അണ്ണാ ഹസാരയുടെ സമരവും ഈ പാറ്റകളുടെ സമരവുമായി ഉപമാനിക്കുന്നുണ്ട്. ഒരു കാരണവശാലും അതല്ല. അണ്ണാ ഹസാരയുടെ സമരം സമാധാനപരമായി നടത്തിയ സമരമാണ്. അതിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിൻ്റെയോ ഔദ്യോഗിക വ്യവസ്ഥയിൽ ഇടിച്ചു കയറാനോ, ഇവിടുത്തെ സുപ്രീം കോടതിക്കകത്തേക്ക് ഇടിച്ചു കയറാനോ, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഭരണഘടന എന്ന പുസ്തകമാണ് കേട്ടോ, അതിനകത്തെ മൂല്യങ്ങളല്ല, ഭരണഘടന വെറുതെ ഒരു നോട്ട് ബുക്ക് പോലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് സമർത്ഥിക്കുന്നത് ശരിയല്ല. അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ സമരങ്ങൾ നടത്തുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ രീതിയിൽ സമരങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും റൂൾ ഓഫ് ലോ നടപ്പിലാക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടാവും. അപ്പോൾ പിന്നെ രണ്ടുപേരും തമ്മിൽ ക്ലാഷ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് ഉണ്ടാകും. നന്ദു, ഇപ്പോൾ ഈ എഥനോൾ നയം ഇത് പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നിതിൻ ഗഡ്കരി പ്രതിരോധത്തിലാകുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നവർ, ഇപ്പോൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നവർക്ക് പോലും ഈ ആശങ്കയുണ്ട്. ഇപ്പോൾ വാഹന നിർമ്മാതാക്കൾ എപ്പോഴും ഒരു കുഴപ്പവുമില്ല എന്നേ പറയുകയുള്ളൂ. പക്ഷേ E20 പെട്രോളാണ് ഞങ്ങൾ അടിച്ചിരുന്നത്, വാഹനങ്ങളിൽ അടിച്ചിരുന്നത് എന്ന കാര്യം ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ഇന്ത്യൻ ജനത. സ്വാഭാവികമാണ് അവരുടെ ആശങ്ക. അപ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതുണ്ടാവുന്നില്ല. മഞ്ജുഷ്, ഇതിനകത്ത് ഈ വിഷയത്തെ രണ്ടായി കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ E20 വിഷയം ഒരു രാഷ്ട്രീയ വിഷയമല്ല.
അതൊരു ദേശീയ നയമാണ്. അത് നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം കുറയ്ക്കുക, പരിസ്ഥിതിക്കെതിരായിട്ടുള്ള ആഘാതം കുറയ്ക്കുക, അതിനോടൊപ്പം തന്നെ നമ്മുടെ വിദേശ നാണയ വിനിമയത്തിലെ അതിൻ്റെ തോത് കുറയ്ക്കുക, അതിനോടൊപ്പം ഇറക്കുമതി, ആ ഇറക്കുമതി നമ്മൾ വലിയ രീതിയിലുള്ള ഇറക്കുമതി നമ്മൾ ആശ്രയിക്കുമ്പോൾ അതിൻ്റേതായ ചില ദോഷവശങ്ങൾ നമ്മൾ ഈ സമീപ ഭാവിയിൽ തന്നെ കണ്ടു. ഇപ്പോൾ ഇറാൻ യുദ്ധം നടന്ന സമയത്ത് നമുക്ക് എനർജി ലഭ്യത, അതിപ്പോൾ ഗ്യാസ് ആയാലും ശരി, അതുപോലെ പെട്രോൾ ആയാലും ശരി, ഉണ്ടായിട്ടുള്ള ലഭ്യത കുറവ്, ഇത്തരം കാര്യങ്ങൾ വച്ചുകൊണ്ടുള്ള ഒരു ദേശീയ നയമാണ്. അപ്പോൾ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ അതിൽ എല്ലായ്പ്പോഴും നമുക്ക് പെട്രോളിനെയും ഡീസലിനെയും ആശ്രയിച്ച് അല്ലെങ്കിൽ ഗ്യാസിനെയും ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? എത്ര കാലം കൂടി നമുക്ക് ഇത്തരം സോഴ്സസിൽ നിന്ന് അത്തരം എനർജികൾ എടുക്കാൻ സാധിക്കും? അപ്പോൾ അതിന് പകരമായി ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എനർജികൾ കൂടി നമ്മൾ കണ്ടെത്തേണ്ടതില്ലേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം രാജ്യം കണ്ടെത്തുന്ന മറുപടികളാണ് പല രീതിയിൽ. അതിപ്പോൾ ഇലക്ട്രിക് വെർഷനിലേക്ക് നമ്മൾ മാറുന്നതായാലും ശരി, അങ്ങനെയുള്ള ഒട്ടേറെ, ഇപ്പോൾ ഹൈഡ്രജൻ വെർഷനിലേക്ക് ഫ്യൂവലിലേക്ക് മാറുന്നതായാലും ശരി, അത്തരത്തിലുള്ള മാറ്റമൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിനകത്ത് E20യുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇതൊരു പെട്ടെന്നെടുത്ത തീരുമാനമാണ് എന്ന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നത് അത് അത്യന്തം തെറ്റായിട്ടുള്ള ഒരു പെട്ടെന്നെടുത്ത തീരുമാനമെന്നല്ല. 2002 മുതൽ ഈ നയത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടന്നിരുന്നു. 2014 പ്രധാനമന്ത്രി അധികാരത്തിലെത്തിയ ശേഷം ആ സമയത്ത് 1.5%. അതിങ്ങനെ പെട്ടെന്ന് വളർന്നു 2030ഓടെ E20യിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ പൊടുന്നനെ അതിൽ മാറ്റം വരികയും E20 പെട്ടെന്ന് അങ്ങ് നടപ്പാക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ. അത് മാത്രമല്ല, ഇത് ജനങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്തൂന് അറിയാമായിരുന്നോ E20 പെട്രോളാണ് അടിക്കുന്നത്? എനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കറിയാവുന്നത്. മറ്റുള്ളവർക്ക് പലർക്കും അറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അവിടെ ഞാൻ അതിനെ ഡിബേറ്റബിളായി തന്നെ വയ്ക്കുന്നു. അത് ഡിബേറ്റബിളായി തന്നെ നിൽക്കട്ടെ എന്നുള്ള ആശയമാണ് എനിക്കുള്ളത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഒരു പൊടുന്നനെ ഇത് എടുത്ത് പെരുമാറുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച് ജനങ്ങളെ മുഴുവൻ ആശയക്കുഴപ്പത്തിൽ നിർത്തുന്നതിന് പകരം നമ്മൾ ഇതിനകത്തുള്ള സർക്കാർ തന്നെ ഔദ്യോഗികമായി പറഞ്ഞല്ലോ, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനർചിന്തനമോ അല്ലെങ്കിൽ ഈ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ചർച്ചയ്ക്കും സർക്കാർ ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം ചെയ്യുകയാണ് നമ്മളെ. അപ്പോൾ നമുക്കുള്ള പ്രതിസന്ധികൾ, നമുക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായും സർക്കാരിൻ്റെ മുൻപിൽ വയ്ക്കാനുള്ള അവസരമുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ 2001 ആരംഭിച്ചിട്ടുള്ള 2001 2004 ഒക്കെ ആരംഭിച്ചിട്ടുള്ള ഈ പ്രവർത്തനം 2013 അതായത് UPA സർക്കാരിൻ്റെ കാലത്താണ് ഇതിനെ നോട്ടിഫൈ ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഇത് ഏറെക്കാലം ഉപയോഗിക്കപ്പെടാതെ അല്ലെങ്കിൽ ഈ നയം ഉപയോഗിക്കപ്പെടാതിരിക്കുകയും അതിനുശേഷം 2018 ഈ നയം വളരെ കൃത്യമായി നരേന്ദ്രമോദി സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു ദേശീയ നയമായി, അത് ഞാൻ പറഞ്ഞല്ലോ പാരിസ്ഥിതികമായിട്ടുള്ള അതുപോലെ നമ്മളെ കർഷകരെ സംരക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ അത് അത്തരത്തിൽ അതിനെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഈ നയം ദേശീയ നയമായി തന്നെ മുന്നോട്ട് വരുന്നു, നമ്മുടെ എനർജി നയമായി തന്നെ മുന്നോട്ട് വരുന്നു. അതിനുശേഷം 2021 കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.